महाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। അന്തിമമായ പ്രജാപരിപാലന ക്ലിഷ്ടതയിൽ നിന്ന് മോചനം പ്രാപിച്ച അന്തിമമായ മാനസിക ഘടനയിൽ എത്തി നിൽക്കുന്ന വികാരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞുപോയ ഊഷരഭൂമിയായിത്തീർന്ന മനസ്സിൻ്റെ ഉടമയായി മുകളിലേക്ക് കയറിപ്പോകുന്ന ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം പുറകിൽ ആരുണ്ട് എന്നത് പ്രശ്നമേ അല്ല. എന്നാൽ പിന്നാലെ വരുന്നവർക്ക് ധർമ്മപുത്രരുടെ അത്രയും പ്രശ്നങ്ങൾ തീർന്നവരല്ല. പ്രത്യേകിച്ച് ഭീമൻ. അവർക്ക് അത് പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാഞ്ചാലി വീഴുമ്പോൾ അദ്ദേഹം വിലപിക്കുന്നു. പാഞ്ചാലി വീണോ? പാഞ്ചാലി വീണു. വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ വീണുന്ന അർത്ഥമുണ്ടല്ലോ അതിന്. അർത്ഥമുണ്ടോ അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞു. മാഷ് വീണു എന്ന് പറഞ്ഞാലേ വീഴൂ. അല്ല സാർ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാഞ്ചാലി വീഴുമ്പോൾ അതിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിഭ്രംശം സംഭവിച്ചതുപോലെ കാണപ്പെടുന്നത്. മുന്നിലേക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മുടെ എല്ലാമായിരുന്ന പാഞ്ചാലരാജതനയ യജ്ഞവേദിയിൽ നിന്ന് യജ്ഞത്താൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടവളായ, യഥാർത്ഥത്തിൽ അമ്മയില്ലാത്തവളായ യജ്ഞസേനി ഇതാ വീണിരിക്കുന്നു. എന്ത് അധർമ്മത്താലാണ് അവൾ വീണത്? അവളെ പൊക്കിയെടുക്കട്ടെയോ എന്ന് ഭീമൻ ചോദിച്ചു. അപ്പോൾ സാർ, ഈ എന്ത് അധർമ്മത്തിലാണ്, എന്ത് അധർമ്മം ചെയ്തത് കൊണ്ടാണ് അവൾ വീണതെന്ന് ചോദിച്ചില്ലേ ഭീമൻ? അപ്പോൾ ഈ അധർമ്മം ചെയ്യുന്നവരെ വീഴുള്ളെന്ന് ഭീമനൊരു ധാരണയുണ്ടോ? എല്ലാത്തവൻ കയറിപ്പോവും, നടന്നു പോവും. എന്നാലും എവിടെയെങ്കിലും വെച്ച് വീഴില്ലേ? വീണോട്ടെ, ആ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്നിട്ട് വീഴാം. ഇപ്പോൾ നമ്മളൊരു വിവാഹത്തിന് പോകണം, വീട്ടിൽ ചെന്നിരുന്നു, പകുതിക്ക് ഒഴുക്കി ചെന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വീട്ടിൽ കയറി ഇരിക്കാനൊക്കെ അവിടെ എത്തി, ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഉദ്ദേശമുണ്ടോ? ഉണ്ടല്ലോ. സ്ഥാനമുണ്ടോ? ഉണ്ടല്ലോ. എവിടെയാണ്? മുമ്പേ പോകുന്ന ആളിന് ഉദ്ദേശമുണ്ട് എവിടെ ചെന്ന് എത്തണമെന്ന്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇല്ലാതല്ല. മരണത്തിന്റെ മുഖം അന്വേഷിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ലൗകിക ജീവിതത്തിൽ നിന്ന് മോചനം അന്വേഷിച്ച് പോകുമ്പോൾ ആദ്യം വീഴുന്ന ആൾക്കല്ലേ ആദ്യം മോക്ഷം കിട്ടുന്നത്? ഇവിടെ മോക്ഷത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വീണത് കൊണ്ട് മോക്ഷം കിട്ടണമെന്നില്ല, വീഴാത്തത് കൊണ്ടും മോക്ഷം കിട്ടണമെന്നില്ല, അധർമ്മം ചെയ്തതുകൊണ്ട് മോക്ഷം കിട്ടാതിരിക്കണമെന്നുമില്ല, ധർമ്മം ചെയ്തതുകൊണ്ട് മോക്ഷം കിട്ടണമെന്നുമില്ല. കാര്യങ്ങളെല്ലാം ചില സന്ദർഭങ്ങളെ ആസ്പദമാക്കി തലകീഴായി മറിയും. അത് ഈ മോക്ഷം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നുള്ള മോചനമല്ലേ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, ഈ മറ്റുള്ളവൻ്റെ ദുഃഖം കാണുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ബദ്ധൻ്റെ സ്വഭാവമാണ്. അതെ. ഇപ്പോൾ അവനും കൂടിയിരുന്ന് വേദനിച്ചു. ഈ പിന്നെ ഭാര്യ പ്രസവിക്കാൻ കയറുമ്പോൾ ഭാര്യൻ പുറത്ത് തെക്കോടൊക്കെ നടന്ന് വിഷമിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ആ വിവരം അറിയുമ്പോൾ വല്ലാതെ വീട്ടിലിരുന്ന് അസ്വസ്ഥനാകുന്നത് കാണാം. ഇവൻ അസ്വസ്ഥനായതുകൊണ്ട് മറ്റവൾക്ക് സുഖപ്രസവം നടക്കാൻ പോകുന്നില്ല. അവന് എന്തിനാ അസ്വസ്ഥനാകും?
അപ്പോൾ അതാണ് ആ ബദ്ധത. അപ്പോൾ മനസ്സിലുള്ള ഒരു തോന്നല, അല്ലാതെ വേറൊന്നുമില്ല. ബദ്ധനല്ലാതിരിക്കുക എന്നത് വളരെ വലിയ സിദ്ധിയാണ്, ഒരു സിദ്ധിയാണ്. ആ സിദ്ധി കൈവരിക്കുന്നയാൾ ജീവിതത്തിൽ വിജയിക്കുന്നവനായിരിക്കും. അവൻ്റെ കയ്യിലാണ് ജീവിത വിജയം ഇരിക്കുന്നത്. അല്ലാത്തവരൊക്കെ പരാജയപ്പെടുമ്പോഴും ജീവിതം അവൻ്റെ കയ്യിലാണ്. ഈ ഡയോജൻസ് പറയുന്ന പോലെയാണ്, ഒന്നും വേണ്ടാത്ത എനിക്ക് തനിക്ക് എന്ത് തരാൻ പറ്റുള്ളൂ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒന്നും വേണ്ടാത്ത എനിക്ക് എന്നെ ആർക്കും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. തൃപ്തിയുടെ ആവശ്യമില്ല. ഒരു സാധനവും വേണ്ട, ഒന്നും സ്വീകരിക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു സാധനവും വേണ്ടാത്ത, ഒന്നും സ്വീകരിക്കുകയില്ലാത്ത, യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് പോലും നിശ്ചയമില്ലാത്ത തരത്തിലുള്ള നിസ്സംഗനായ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമാണ്. ഉണ്ടെങ്കിൽ, കാരണം ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവനോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാനേ പറ്റില്ല. ഇല്ല, പറ്റില്ല. കാരണം ഈ സ്വാധീനം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യമാണ്. കൈക്കൂലി, അതും അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കാര്യമാണ്. ഇടുക്കിയിൽ 1500 ഏക്കർ പതിച്ചു തരാം, അയാളെ സംബന്ധിച്ച് ഈ ഇടുക്കി എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പിന്നെ 1500 ഏക്കർ ഉണ്ടാകുന്നത്? ഇടുക്കിയിൽ 1500 ഏക്കർ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. അപ്പോൾ അയാളെ ഒരു തരത്തിലും നമുക്ക് ഒതുക്കിയെടുക്കാൻ പറ്റില്ല. അയാൾ എത്രയുണ്ടോ അത്രയും അയാൾ ഉണ്ടായിരിക്കും. അത് അലക്സാണ്ടർ വിചാരിച്ചാലും സാധ്യമല്ല, നെപ്പോളിയൻ വിചാരിച്ചാലും സാധ്യമല്ല, ഹിറ്റ്ലർ വിചാരിച്ചാലും സാധ്യമല്ല, സ്റ്റാലിൻ വിചാരിച്ചാലും സാധ്യമല്ല. ലോകത്തിലെ ഒരു സ്വേച്ഛാധിപതിക്കും അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആകെ ചെയ്യാവുന്നതാണ് കൊന്നുകളയാ. ഈ പാശ്ചാത്യ പൗരസ്ത്യ ദർശനങ്ങളുടെ ഒരു അന്തരവും മാഷ് പറഞ്ഞ ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഭാരതീയമായൊരു സങ്കല്പത്തിൽ നമ്മൾ ഇതൊന്നും ഉണ്ടെന്ന്, ഇതൊക്കെ മായയാണെന്നൊരു സങ്കല്പമുണ്ട്. പക്ഷേ മറ്റേടത്തൊക്കെ ഭൗതികമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തിയും പിടിച്ചുപറിയും മായയാണെന്നുള്ള സങ്കല്പവും ഇതും തമ്മിൽ മിഥ്യയാണെന്നുള്ള ഒരു, അതാണ് തന്നെ അതിനെ പറഞ്ഞത്. ഈ മിഥ്യ എന്നുള്ളതിൻ്റെ വേറൊരു വാക്കായിട്ടല്ലേ മായ എന്നുള്ള, അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ. മായ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് തത്വചിന്തയിൽ, വേദാന്ത ദർശനത്തിൽ അർത്ഥമാക്കുന്നത് ഒരു വസ്തുവിൻ്റെ സ്വരൂപം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നാണ്. ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് തോന്നുക. ഇല്ലാത്ത ഒന്നല്ല, ഇല്ലാത്ത ഒന്നും ഉണ്ടെന്ന് തോന്നാൻ സാധ്യമല്ല. അതിന് ഭ്രാന്തി എന്നാണ് പറയുന്നത്. വിഭ്രാന്തി. അത് അങ്ങനെ വന്നാലേ, അല്ലെങ്കിൽ ഉന്മാദം, അങ്ങനെ വന്നാലേ അത് വരൂ. ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപമുണ്ട്. ആ വസ്തുവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ വസ്തുവിനെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട വസ്തുവുമായിട്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ശാർംഗരവനും ശാരദ്വതനും ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ ശകുന്തളയെയും കൊണ്ട് ചെല്ലും. ചെന്ന് രാജാവിനെ സന്ദർശിച്ച് രാജാവിനോട് പറയും, ഇങ്ങനെ അങ്ങ് കാട്ടിൽ വന്നപ്പോൾ പരിഗ്രഹിച്ച സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. അവൾ ഗർഭിണിയാണ്, കണ്വ മഹർഷിയുടെ വളർത്തുമകളാണ്. അങ്ങ് അവളെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപ്രകാരം ഞങ്ങൾ വന്നതാണ്. പിന്നെ ഗംഭീരമായ അർത്ഥം ധ്വനിപ്പിക്കുന്ന ശ്ലോകവും മറ്റും. അപ്പോൾ ഇങ്ങനൊരു കണ്വനെയും അദ്ദേഹത്തിന് പരിചയമില്ല. അങ്ങനെ ഇങ്ങനൊരു ആശ്രമവും പരിചയമില്ല. ഇദ്ദേഹം അങ്ങനെ കാനനത്തിൽ വന്നതായിട്ടും അറിഞ്ഞു. ഓർമ്മയില്ല.
പിന്നെ വാദിക്കാനും തെളിവ് നൽകാനൊന്നും ഇവരോട് നിൽക്കുന്നില്ല. അപ്പോൾ അതിൽ അവർക്ക് തോന്നിയത് തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിനകത്ത് കയറിയത് പോലെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത് എന്തായിരിക്കും? എത്രയും വേഗം ചാടി പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ആ അന്തരീക്ഷം തന്നെ അവർക്ക് തീ പിടിച്ച ഒരു വീടിൻ്റെ അന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. എന്താണ് കാരണം? അവിടുത്തെ രീതികൾ മുഴുവൻ ലോകത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടാത്ത രീതികളാണ്. ഓരോ ആളുകൾ വരുമ്പോഴും അതിനെല്ലാം പ്രത്യേകം വരവേൽക്കാനുള്ള രീതികൾ. മന്ത്രി വരുന്നു, ഉടനെ ഇവരെല്ലാവരും കൂടി ഓടിച്ചെന്ന് അയാളെ സല്യൂട്ട് ചെയ്ത് അയാളെ കൊണ്ടുവന്ന് അയാളുടെ ദർബാർ താഴത്തെ സ്ഥാനത്തിരുത്തുന്നു. ഇതൊന്നും ഇവർ കണ്ടു ശീലിച്ചവരല്ല. ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും അവരെ ഇരുത്തുകയും അവർക്ക് കൊടുക്കുന്ന സ്വാഗതത്തിൻ്റെ രീതിയും അവരോട് സംഭാഷണം ചെയ്യേണ്ട രീതിയും അവരുടെ മുന്നിൽ നിൽക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. ചിലർ കുമ്പിട്ട് നിന്നാൽ അവൻ കുമ്പിട്ട് തന്നെ നിൽക്കാവൂ. അവിടെ നിന്ന് അവൻ നിവരണമെങ്കിൽ ആരുടെ മുന്നിലാണോ ഇവൻ കുമ്പിട്ട് നിൽക്കുന്നത് അയാൾ അവിടെ നിന്ന് എഴുന്നേക്കണം. ഇത് ആശ്രമത്തിൽ ഇത് വേണ്ട. ഇപ്പോൾ കണ്ണു മഹർഷി ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് ശാർങ്ങരവ എന്ന് വിളിച്ചു. ശാർങ്ങരവനെ വിളിച്ചു. ഇന്ന് തൊട്ടടുത്ത് ചെന്ന് പാദത്തിൽ ഒന്ന് തൊട്ട് നെറ്റിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ മുട്ടിയിരുന്നുകൊണ്ട് വർത്തമാനങ്ങൾ പറയാം. അതിലൊന്നും ഒരു കൃത്രിമമില്ല. ഇല്ല, ഒന്നുമില്ല. ഒരു കൃത്രിമമില്ല, ഒന്നുമില്ല. അച്ഛനടുത്തേക്ക് മകനോട് ഇരുന്നത് ഇതുപോലെയേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ആരായാലും ബന്ധമില്ലാത്തവരായാൽ പോലും അവരുടെ ആ ബന്ധത്തിൻ്റെ അടുപ്പത്തിൻ്റെ വല്ലാത്ത നമുക്ക് മനസ്സിലാക്കും തോറും അത്ഭുതം തോന്നുന്ന ഒരു വിശുദ്ധി അവിടെ ഉണ്ടാകും. അതുപോലെയല്ലേ ഈ കുമ്പിട്ടുള്ള നിൽപ്പ്. കുമ്പിട്ട് നിൽക്കുന്നതിൻ്റെ കുമ്പിടൽ വേണ്ടത്ര ആയില്ലെങ്കിൽ അങ്ങനെ തന്നെ അവനെ പൊക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഇതും ആര് കാണണം? ഈ വന്ന മുനികുമാരന്മാർ കാണണം. അപ്പോൾ മനുഷ്യർ തമ്മിൽ വലിയ വ്യത്യാസമാണ് അവരവിടെ കാണുന്നത്. ജീവിത രീതികൾ തമ്മിൽ. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ഈ വ്യത്യാസമില്ലാത്തതാണ്. ഉള്ള വ്യത്യാസം ഒട്ട് കാണുകയുമില്ല. ഇപ്പം രാജാവ് മണ്ടശിരോമണിയായിരിക്കും. അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം മഹാബുദ്ധിമാൻ പറയുന്നത് പോലെ ഇറാൻ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ മണ്ടത്തരം പറഞ്ഞിട്ട് അതെന്തിനാണ് ഇങ്ങനെ സമ്മതിക്കുന്നതെന്നായിരിക്കും ആശ്രമത്തിൽ നിന്ന് ചെന്ന ഒരാൾക്ക് തോന്നുന്നത്. ഇവർ ആശ്രമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. മഹാരാജാവേ, ആശ്രമം, ശ്രമം, വിശ്രമം, അശ്രാമം കൊല്ലത്തുനിന്ന് അല്ലേ? അപ്പോൾ ഈ ചെന്ന മുനികുമാരന്മാരുടെ സ്ഥിതി എന്തായിരിക്കും? അതാണ് അവിടുത്തെ അന്തരീക്ഷം. ഒരിടത്ത് പമ്പര വിഡ്ഢിത്തം, ഒരിടത്ത് മനുഷ്യനോട് കാണിക്കാൻ വേണ്ടതില്ലാത്ത അച്ചടക്കം. ഇനി ഇതെല്ലാം രാജാവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇവരെല്ലാവരും നോക്കി നിൽക്കെ തന്നെ പുറത്തുനിന്ന് ആളൊന്ന് ഒന്നിച്ചു പോകും കൊല്ലണമെങ്കിൽ. ഇത് ആർക്കും വേണ്ടാത്ത, ആർക്കും കൊല്ലേണ്ടാത്ത കിഴട്ട് ശവമായിട്ട് ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. പോകാൻ നേരത്ത് രാജാവ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിപ്രവർത്തനം അവിടെ എല്ലാം കണ്ടു തുടങ്ങുന്നു. അപ്പോൾ മുനികുമാരന്മാരും എന്ത് ചെയ്യേണ്ടി വരും? കുമ്പിട്ട് നിൽക്കാൻ അടി കിട്ടും. കാരണം ഇവനെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രാജാവ് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും കുമ്പിട്ട് നിൽക്കണമെന്നുള്ളതാണ്. ശീർഷാസനം ചെയ്യണമെന്നില്ല, അങ്ങനെയും കൂടി വേണ്ടതായിരുന്നു. ഇപ്പോൾ ശീർഷാസനം അറിഞ്ഞിടത്താരും കാണാൻ പോകില്ലല്ലോ. അപ്പം അത്ര ആളുകൾ ഒഴിവാക്കാം. അപ്പോൾ ഈ മനുഷ്യനോട് കാണിക്കേണ്ടാത്ത വിധത്തിലുള്ള അനേകതരം ശാരീരിക ചേഷ്ടകളുടെ ഹാസ്യാത്മകമായ ഗോഷ്ഠികൾ, അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശകുന്തളയോട് പറഞ്ഞു, നിന്നെ അവർ സ്വീകരിച്ചാലും കൊള്ളാം, സ്വീകരിച്ചില്ലെങ്കിലും കൊള്ളാം, ഇത് ഒരു കാരണവശാലും
ഞങ്ങൾക്ക് സഹിക്കാവുന്നതല്ല, ഇത് തീ പിടിച്ച വീട്ടിൽ നിൽക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ അവർ ഉപേക്ഷിച്ച് പോകുന്നതിന് കാരണമതാ. അപ്പോൾ ധർമ്മപുത്രരെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഒരു തീ പിടിച്ച വീടായി മാറിപ്പോയി. ഇറങ്ങിപ്പോയേ പറ്റൂ. ഇറങ്ങിപ്പോയേ പറ്റും. അപ്പോൾ ഇറങ്ങിപ്പോകാനുള്ള സന്ദർഭമാണ്. അതിൽ നിന്ന് ഒരു നിമിഷം കൂടുതൽ അവിടെ ജീവിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇത് എല്ലാ അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ബാധകമായ ഒന്നാണ്. ഇപ്പം നാടകം കഴിഞ്ഞിട്ട് നാടകത്തിൻ്റെ സംവിധായകൻ കർട്ടനും പൊക്കി സ്റ്റേജിൽ കയറി നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? ചെരുപ്പുകളുടെ ലഹളയായിരിക്കും. ഓരോ നാടകം കണ്ട ഓരോരുത്തരും ഓരോ എറി കൊടുത്തിട്ടേ പോവുള്ളൂ, ഇവനാരടാ എന്നുള്ള നിലയിൽ. അപ്പം അതുപോലെ വേഷം തീർന്ന നടൻ ആ സ്റ്റേജിൽ പിന്നെ നിൽക്കാൻ പാടില്ല. ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് ധർമ്മപുത്രരുടെ വേഷം തീർന്നിരിക്കും. അങ്ങനെയാണ് അദ്ദേഹം ഈ അന്തിമമായ നടക്കുന്നത്. അതുകൊണ്ട് തീ പിടിച്ച വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പോലെയാണ് അദ്ദേഹം പോകുന്നത്. യാജ്ഞസേനി ഒരു തരത്തിലുമുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കെ, അനർഹമായ അനേകം ദുഃഖങ്ങൾക്ക് പാത്രമായിരിക്കെ, ഈ അന്ത്യനിമിഷത്തിൽ നാം 5 പുരുഷന്മാർ കെൽപ്പോടുകൂടി നിൽക്കെ അവൾ എഴുന്നേക്കാൻ വയ്യാത്ത വിധത്തിൽ വീണുപോയിരിക്കുന്നു. അവളെ എഴുന്നേൽപ്പിക്കണ്ടേ എന്ന് ഒരു വിലാപം പോലെ മുകളിലേക്ക് നോക്കി ചോദിച്ചു. മുകളിലേക്ക് കയറുകയാണ്. ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നെയും ചോദിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നെയും ചോദിച്ചു. വീണവർ വീഴും, വീഴാത്തവർ നടന്ന് മുകളിലേക്ക് കയറുക. അല്ലെങ്കിലും ഇതിനൊരു കാരണം വേണമല്ലോ. ഇങ്ങനെ പതിച്ചു പോകാൻ ഒരു കാരണം വേണ്ട. അവൾ കരയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും ഇദ്ദേഹത്തെ ബാധിക്കാത്ത വിധത്തിൽ കരച്ചിലില്ലാത്ത ലോകത്തിലേക്കാണ് അടുത്ത കാൽ വയ്ക്കാൻ പോകുന്നത് അദ്ദേഹം. അപ്പോഴാണ് ഭീമൻ്റെ ഈ ജൽപ്പനം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഭീമനെ നോക്കാതെ, താഴത്തേക്ക് ശ്രദ്ധിക്കാതെ എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ്, നകുല സഹദേവന്മാരും അർജുനനും ഒക്കെ. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, അവൾ പതിമാരിൽ സമചിത്തയായിരുന്നില്ല. എല്ലാവരെയും ഒരുപോലെയല്ല കണ്ടിരുന്നത്. കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക് അനുസരിച്ച് നോക്കിയാൽ എല്ലാവരും ഒരുപോലെയാണ് കണ്ടിരുന്നതെന്ന് ഡോക്ടർ പറയും. അതൊരു പുരുഷ മേധാവിത്വത്തിന്റെ ശബ്ദമാണ് മാഷിയാക്കി കേൾക്കുന്നത്. ആണോ? ആ, പതിമാരിൽ സമചിത്തയായിരുന്നില്ല, അവൾ ചെയ്ത ഏറ്റവും വലിയ അധർമ്മം അതാണെന്ന് പറയുമ്പോൾ ആ അർജുനന് സുഭദ്ര ഉണ്ടായിരുന്നു, ഭീമന് ഹിഡുംബി ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ സമചിത്തത ഇല്ലാതെ പെരുമാറാമെങ്കിൽ അത് ദ്രൗപദിയുടെ ഈ അവസാനത്തെ ഒരു സ്വർഗാരോഹണം അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലേക്ക് കരച്ചിലില്ലാത്ത ഒരു ലോകത്തിലേക്ക് കടക്കുമ്പോൾ അന്ന് ലൗകിക ജീവിതം അനുഷ്ഠിച്ചിരുന്നപ്പോൾ ചെയ്ത ഒരു അപരാധമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് ശക്തമായ പ്രതിഷേധമുണ്ട്. ധർമ്മപുത്രർ പറഞ്ഞ മറുപടിയാണിത് അല്ലേ? ധർമ്മപുത്രർക്കും വേറെ സ്ത്രീകൾ കാണും ഭാര്യമാരായിട്ട്. അല്ല, ഇത് ഭാര്യമാരുടെ എണ്ണത്തിന്റെ പ്രശ്നമല്ല. പാഞ്ചാലി അങ്ങനെ ചെയ്തു. അന്നത്തെ ഇത് സാമൂഹികമായ ഒരു വ്യവസ്ഥിതിയുടെ പ്രശ്നവുമല്ല, അന്നത്തെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ പ്രശ്നവും ഇവിടെയില്ല. ഇതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടുപോകുന്ന മനുഷ്യ മനസ്സിൻ്റെ സൂക്ഷ്മ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരാളുടെ വർത്തമാനമാണിത്. ഇത് കൊട്ടാരത്തിൽ വെച്ചായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നില്ല, അറിഞ്ഞാലും. അല്ല, ഈ സമചിത്തത ഇവിടെ ബാധകമല്ലല്ലോ. ഇവര് എല്ലാ മമതാബന്ധവും വിട്ട് വീണതിന്റെ കാര്യം പറയാം. അങ്ങനെ വീഴാൻ പാടില്ല. പാഞ്ചാലി വീണതിന് അങ്ങനെ ഒരു കാര്യം പറയാൻ എങ്ങനെ പറ്റും? പുരുഷന്മാർക്ക് പറ്റും സമചിത്തത ഇല്ലാതെ സ്ത്രീയോട് പെരുമാറാൻ. അതൊരു സാമൂഹിക സമചിത്തതയല്ല, എല്ലാവരെയും സമമായിട്ട് കാണാൻ, സമമായ പരിഗണന. അത് തിരിച്ചും പ്രതീക്ഷിക്കാം മാഷേ.
അങ്ങനെയാണെങ്കിൽ എന്താ ആദ്യം പ്രതീക്ഷിക്കാൻ വീഴുന്നത് പാടില്ലാത്ത ഇത്? ആദ്യം വീഴേണ്ടത് അർജുനനായിരുന്നു. അർജുനനാണ് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നത്. സമചിത്തത ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല. അതൊരു ഏറ്റവും വലിയ കുറ്റമായിട്ട് ഈ നമ്മൾ പറയുന്നത് ഈ പ്രശ്നത്തിന്റെ ഒരു സാമൂഹികമായ വശമാണ്. അവിടെ കൊണ്ട് കാര്യം തീരുന്നില്ല. താൻ പതിമാരിൽ സമമനസ്സായിരുന്നു എന്ന് പാഞ്ചാലി ഭാവിച്ചിരുന്നു. ഒരു കള്ളം പൊളിക്കുവാണോ? അങ്ങനെ ഭാവിച്ചിരുന്നു. ഇവിടെ കള്ളത്തിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ പ്രശ്നമാണ്. അഹങ്കാരത്തിന്റെയും പ്രശ്നമില്ല. ഒരു വസ്തുത, ഒരു പ്രത്യേക നേട്ടമൊന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു വസ്തുത പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ഇത് കൊട്ടാരത്തിൽ വെച്ചാണെങ്കിൽ പറയില്ല, ഇത് പൊടുന്നനെ തോന്നിയതായിരിക്കില്ലല്ലോ. ഈ ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണോ ഇത്? അല്ല, വളരെ പണ്ടേ തോന്നിയ ഒരു കാര്യം അതുവരെ ആരോടും പറയാതെ വെച്ചിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ധർമ്മപുത്രരായിരുന്നില്ല. എന്താ പറയേണ്ട സമയത്ത് ദ്രൗപദിയോട് പറയണമായിരുന്നു. ഇല്ല, അത് പറഞ്ഞിട്ട് അവിടെ ഒരു മൂടുപടം വെച്ച് മറിച്ച് അത് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് അത് പറയാഞ്ഞത്. അത് കുടുംബത്തിന്റെ ഭദ്രത ആഗ്രഹിക്കുന്ന ഒരു ഗൃഹനായകനും പറയാൻ പോകുന്നില്ല, പറയില്ല. പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ പറയില്ല. ഈ രണ്ടാമത് അതൊരാലോചനയ്ക്ക് പോലും അദ്ദേഹം എടുക്കുമായിരുന്നില്ല. ഇവിടെ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആർക്കും ഒരു തരത്തിലുള്ള പ്രയോജനവുമില്ല, ആർക്കും ഒരു ആശ്വാസം ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നൊരു വസ്തുത താൻ മനസ്സിലാക്കിയത്, അദ്ദേഹം നിരീക്ഷിച്ച് സത്യമാണെന്നറിഞ്ഞത് പറഞ്ഞു. സാർ, അങ്ങനെ പറയുന്നത് അവിടെ ഒരു അനൗചിത്യമില്ലേ? കാരണം മരിക്കാൻ അനൗചിത്യങ്ങളുടെ പടികളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. അല്ല, ഇത് സാധാരണക്കാരൻ പറയുന്ന പോലെ ആയിപ്പോയി. ഒരു സാധാരണ ആളെ അല്ല, അവർക്ക് അവനെ ആയിരുന്നു ഇഷ്ടം. ഇയാൾക്ക് കാര്യം അറിയണം, ഭീമനെ. അപ്പൊ ഭീമന്റെ ഒരു ആകാംക്ഷ എന്നുള്ളതാണ്. ഒരു നുണ പറയാനൊക്കെ അതെ, അവൾക്ക് ഈ പിന്നെ യജ്ഞകുണ്ടത്തിൽ നിന്ന് ജനിച്ചു വരുമ്പോൾ അവൾക്ക് പോളിയോ വന്നിരുന്നു എന്ന്. മാഷേ, ഈ സമ്മതിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ പാഞ്ചാലിയെ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു മനുഷ്യന്റെ സാമൂഹിക ജീവിതം വേറെ, അയാളുടെ ആന്തരിക ജീവിതം വേറെ. ഇപ്പോൾ ഒരാള് ഒരു പുരുഷന്റെ ഭാര്യ ആ പുരുഷനോടെയാണ് ജീവിക്കുന്നതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ വേറൊരു പുരുഷനായിരിക്കും. അതാണെങ്കിൽ തന്നെ യുധിഷ്ഠിരനെ പോലെയുള്ള ഒരാള് അങ്ങനെ ഒരു കമന്റ് പറയുന്നത് ഈ സമയത്ത് പറയാം, എല്ലാം ലൗകിക ബന്ധങ്ങളെല്ലാം വിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇത്. ഈ ചെറിയ ഈ പെറ്റിയായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ഭീമൻ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അയാളെ ഭീമനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോരാനാണ്. ഇല്ല മാഷേ, ഭീമൻ അവിടെ നിന്നോട്ടെ, ധർമ്മപുത്രർക്ക് അനുജന്മാരെന്ന ഒരു മമതാബന്ധമൊന്നും ഇല്ല. പിന്നെ ഓരോരുത്തരും വീഴുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്. സാർ, ഈ ഓരോരുത്തരും വീഴുമ്പോ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ സത്യമുണ്ടോ? ഒരാളുടെ വീഴ്ച കൊണ്ടാണോ അല്ലെങ്കിൽ ഒരാളുടെ ദോഷം കൊണ്ടാണോ ഒരാൾ മരിക്കുന്നത്? മരിക്കുന്നതല്ല, അനുഭവം വരുന്നത് കൊണ്ടാണ്. ഏതനുഭവവും ഒരാൾ അയാളുടെ സ്വഭാവത്തെ ആസ്പദമാക്കി നേടിയെടുക്കുന്നതാണ്. ഇപ്പൊ അർജുനനെ കൂടുതൽ സ്നേഹിച്ചു പോയി എന്ന് വിചാരിച്ചിട്ടും അതൊരു മരണകാരണമാകുന്നില്ലല്ലോ. മരണകാരണമാകുന്നില്ല, മരിച്ചിട്ടില്ലല്ലോ, വീണ് കിടക്കുകയല്ലേ. അവിടെ മരിക്കുമല്ലോ. മരിക്കും, എല്ലാവരും മരിക്കാൻ പോകുന്നു, അതുകൊണ്ട് മരിക്കുന്നു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇയാൾ ചോദിക്കരുത്. ഭീമൻ ചോദിച്ച സ്ഥിതിക്ക് അതിനൊരു ഉത്തരം കൊടുക്കാൻ ഇദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കാരണം ലൗകിക ബന്ധം പൂർണ്ണമായും വിട്ടിട്ടില്ല. അപ്പോൾ ലൗകിക ബന്ധം പൂർണ്ണമായും വിട്ടിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കണം. ആ ഉത്തരം കൊടുക്കുകയാണ്. ഈ ലൗകിക ബന്ധങ്ങൾ മുഴുവൻ വിട്ടയാളാണ് ആ ഉത്തരം കൊടുക്കുന്നത്. പാഞ്ചാലി വീണതിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള മാനസികമായ വ്യഥയുമില്ല. അവിടെ
പുരുഷ മേധാവിത്വത്തിൻ്റെയും സ്ത്രീ മേധാവിത്വത്തിൻ്റെയും അല്ല, മനുഷ്യജീവിയുടെ അനുഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.